ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രോഹിത്, അങ്ങനെ നീറി പുകഞ്ഞ് വീട്ടിലിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. രോഹിത്, ഞാൻ അതുകൊണ്ടാ പറയുന്നത്, നമുക്ക് ഈ പണി വേണ്ട. നീ പറയുന്ന പോലെ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. വേണ്ടെങ്കി വേണ്ട, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ സത്യമോട് പറഞ്ഞിട്ടുണ്ട്. ഉവ്, നാളെ ഞാൻ ഒന്നോട് ഓർപ്പെടുത്തിക്കോളാം. ശരി. എത്രയായി? 50. ശ്യാമക്കുഞ്ഞെ, എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വാ. അതെ, എല്ലാരും കൂടി ചേർന്ന് എന്റെ രോഹിത്തിനെ കൊല്ലുമല്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ രോഹിത്തിനെ കൊണ്ട് ഈ ഗുണ്ടാപ്പണിയൊന്നും പറ്റില്ല എന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഞാൻ ആരോടും ഗുണ്ടാപ്പണിയും ഗുണ്ടാപ്പിരിവും നടത്താൻ പറഞ്ഞിട്ടില്ല. അതെ, ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാനുള്ള കുറച്ച് പണം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവന്റെ കഷ്ടകാലത്തിന് അത് ചോദിക്കാൻ ചെന്നപ്പോ അവിടെ അടിപിടിയായി മാറി. അതിന് ഞാനെന്ത് ചെയ്യാന്? അത് ഒരു അടിപിടിയിൽ എത്തിക്കാതെ ഒഴിഞ്ഞു പോരേണ്ടത് പോയ ആളിന്റെ മിടുക്ക. അത് നിന്റെ ഭർത്താവിന് ഇല്ലാതെ പോയത് എന്റെ കുറ്റമാണോ? ഓ, അത് ശരി. ഇപ്പൊ കുറ്റം മുഴുവനും എന്റെ ഭർത്താവിന്റെ തലയിലായല്ലേ? അടിയും കിട്ടി, ഇപ്പൊ അപമാനമായി. മോളെ, നീ വിചാരിക്കുന്ന പോലെ അവൻ അങ്ങനെ വലിയ പരിക്കളൊന്നുമില്ല. ഒരു ചെറിയ കശപിശ, അതേ തുടർന്നുണ്ടായ ഒരു ഒന്നും തള്ളും. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിട്ടില്ലെന്നേ. അവനകത്തുണ്ട്, നീ അങ്ങോട്ട് ഇല്ലേ. നിന്നെ കാണാൻ അവനും കാത്തിരിക്കുക. ചെല്ലടി, ചെന്നൊന്ന് കാണ്. ഭർത്താവിനോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഭാര്യ എന്തേ അവനെ ഇട്ടേച്ചു പോയത്? നിങ്ങൾ എല്ലാരും കൂടി ഇതുപോലൊരു മുൾക്കിരീടം രോഹിത്തിന്റെ തലയിൽ എടുത്ത് വെക്കുമെന്ന് എനിക്കറിയാം. അതൊന്നും മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തി നോക്കിയതാ ഞാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, അയാളുടെ വിധി ഇതുപോലെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി കിടക്കാനാ. ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ പിന്നെ അത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്യാമന്തി വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ? അതെ 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 അതെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ പരസ്പരം മത്സരിക്കാൻ നിന്നാലേ ഈ വെള്ളം ഒരിടത്തും എടുക്കാൻ പോണില്ല. നീ അകത്ത് അവനെ കാണാൻ നോക്ക്. രാഘവേട്ട, അവള് പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെങ്കിലും ഒന്ന് അത് അവസാനിപ്പിക്കട്ടെ. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ട് നടന്നാലേ പിന്നെ അവളുടെ വൈരാഗ്യം കൂടത്തേ ഉള്ളൂ. ഭാമേ, നീ ഒന്ന് നിർത്ത്, മതി. മോളെ, നീ ചെല്ല്, അവൻ്റെ അടുത്തോട്ട് ചെല്ല്, ചെല്ല്. ചെല്ലാനാ പറഞ്ഞേ, പോ. രോഹിത്, നീ വിചാരിക്കുന്ന പോലെ വലിയ പരിക്കൊന്നുമില്ല. രോഹിത്, ഞാൻ പറഞ്ഞതല്ലേ രോഹിത്തിനെ കൊണ്ട് ഈ പണി പറ്റില്ല എന്ന്. രോഹിത്തെ എത്ര പണം കിട്ടുമെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പണി വേണ്ട. നമുക്ക് പട്ടിണി കിടക്കാം ഒരുമിച്ച്, എന്നാലും സമാധാനം ഉണ്ടാവുമല്ലോ. പുറത്തു പോയ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാണ് പോയിരിക്കുന്നെങ്കിൽ കൂടി വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ആ ഭർത്താവ് എപ്പോ വീട്ടിൽ വരുന്നുള്ള സമയമെങ്കിലും അറിയാം. ഈ പണിക്ക് അങ്ങനെ വല്ല സമയമുണ്ടോ? അതുപോലെ ജീവനോടെ തിരിച്ചു വരുന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ? വന്നാ വന്നു. രോഹിത്, അങ്ങനെ നീറി പുകഞ്ഞ് വീട്ടിലിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. രോഹിത്, ഞാൻ അതുകൊണ്ടാ പറയുന്നത്, നമുക്ക് ഈ പണി വേണ്ട. നീ പറയുന്ന പോലെ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. വേണ്ടെങ്കി വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ആരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ പണി എടുപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മോളെ,
ഇവൻ അങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. വേണ്ട, അവിടെ 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 ഇരിക്കടാ. വേണ്ട, അവിടെ ഇരുന്നോ. പിന്നെ ഒന്നോ രണ്ടോ കിട്ടിയിട്ടുണ്ട്, അതിന് പകരം കൊടുത്തിട്ടുമുണ്ട്. ആണുങ്ങളല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കലും വാങ്ങലും ഒക്കെ വേണം. പിന്നെ ഇവനെ പൂർണ്ണമായിട്ട് നിനക്ക് മാത്രമായിട്ട് വിട്ടുവന്നിട്ടൊന്നും ഇല്ല ഞങ്ങള്. ഇവൻ എന്തെങ്കിലും പറ്റിയാ ഈ വീട്ടിലുള്ളവർക്കും ദുഃഖവും സങ്കടമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളായിട്ട് മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലെന്നാ പറഞ്ഞേ. എനിക്ക് മനസ്സിലായച്ചാ, ഞാനും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. എടുത്തു ചാടി പോവാൻ പാടില്ലായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ മോൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നീ പോയി കാണേണ്ട മറ്റാളും കൂടി ഉണ്ട്. മരണത്തിന്റെ വക്കോളം എത്തിയിട്ട് തിരികെ വന്ന ആളാ നിന്റെ ചേച്ചിയെ, ശാലിനി. മോളെ, അവള് നിന്റെ കൂടപ്പിറപ്പാ. അവളെ ഒന്ന് കാണണമെന്ന് നിനക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ. എടീ, ലോകത്ത് പകരം വെക്കാനാകാത്ത ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, അത് രക്തബന്ധവാ. ഒരമ്മയുടെ മക്കൾക്ക് മാത്രം അഹങ്കാരത്തോടെ പറയാവുന്ന ഒരൊറ്റ ഗർഭപാത്രത്തിന്റെ അവകാശികളാണെന്നുള്ള സത്യം. അത് മറ്റാർക്ക് പറയാനാവും? ഒരാൾക്കും പറയാനൊക്കത്തില്ല. അതുകൊണ്ടേ ഇവനെ കാണുന്നതിന് മുമ്പേ നീ കാണേണ്ടതും കണ്ണീര് പൊഴിക്കേണ്ടതൊക്കെ അവളുടെ മുമ്പിലായിരുന്നു, നിന്റെ കുഞ്ഞേച്ചിയുടെ മുമ്പിലേ. മോളെ, ഇനി വൈകിക്കണ്ട. ചെന്ന് അവളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്ക്. അവളും സന്തോഷിക്കട്ടെ. സംശയിച്ച് നിൽക്കണ്ട. നിന്നെ കണ്ടാൽ അവൾക്ക് സന്തോഷമാവുകയേ ഉള്ളൂ. ശ്യാമേ, നീ പോയി ശാലിനിയെ കാണണം. അച്ഛൻ പറഞ്ഞത് സത്യമാ. ശാലിനിയായിരുന്നു ആദ്യം നീ പോയി കാണേണ്ടിയിരുന്നത്. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നെ? നീങ്ങ് വാ ശ്യാമേ.